ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നത് പ്രവർത്തകർക്ക് നേരെ. അതുകൊണ്ട് തന്നെ ജലപീരങ്കി പ്രയോഗം അവസാനിച്ച നിമിഷത്തിൽ ഏറെ പ്രക്ഷുബ്ധരായിട്ടാണ് ബാരിക്കേഡിന് മുകളിലേക്ക് പ്രതിഷേധക്കാർ വലിഞ്ഞു കയറുന്നത്. മധു, ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി യുവമോർച്ച പ്രവർത്തകർ അവരുടെ പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോയിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി എന്നതാണ്. ഒരാൾ പോലും ഇവിടുന്ന് പിരിഞ്ഞുപോയിട്ടില്ല, പിന്മാറിയിട്ടില്ല. പിന്മാറാതെ അവരുടെ പ്രതിഷേധം ശക്തമായി ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ ജലപീരങ്കി ശക്തമായി പ്രയോഗിച്ചപ്പോൾ ഒരു പ്രവർത്തകർ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ പ്രവർത്തകരുടെ റോഡിൽ കിടക്കുന്നത് കാണാൻ കഴിയും. അതിശക്തിയായി തുടർച്ചയായുള്ള ജലപീരങ്കത്തിൽ പ്രയോഗത്തിൽ പരിക്കേറ്റ യുവമോർച്ച പ്രവർത്തകരാണ്. പ്രവർത്തകരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത്. തുടർച്ചയായ ജലപീരങ്കി പ്രയോഗമാണ്. 2 ജലപീരങ്കി ഉപയോഗിച്ചാണ് പോലീസ് യുവമോർച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമം നടത്തിയത് തുടക്കം മുതൽ. കാരണം നേരത്തെ പറഞ്ഞത് ഏതാണ്ട് ഭൂരിഭാഗം പ്രവർത്തകരും ബാരിക്കേഡ് മറികടക്കാൻ ബാരിക്കേഡിന് അടുത്തെത്തി അത് ഇളക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിൽ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലോട്ട് കയറാനാണ് ഭൂരിഭാഗം പ്രവർത്തകർ ശ്രമിക്കുന്നത്. കുറേ പേർ ബാരിക്കേഡിന് മുകളിൽ കയറി അവർ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. മുദ്രാവാക്യം വിളിച്ച് കൊടികളൊക്കെ ഉയർത്തി പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. നേരത്തെ പോലീസ് നേരെ കൊടികെട്ടിയ വടികളൊക്കെ എറിയുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെയാണ് കൂടുതൽ ശക്തിയായി ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ 2 ജലപീരങ്കി തുടർച്ചയായി ഉപയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിൻ്റെ സൈറൻ മുഴക്കി കഴിഞ്ഞു പോലീസ്. കാരണം ഈ ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ നിന്ന ഘട്ടത്തിലാണ്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലുള്ള പ്രവർത്തകർക്ക് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞു. പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ അതിൻ്റെ ശബ്ദം സൈറൻ മുഴക്കി കഴിഞ്ഞു, മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കാരണം 2 തവണ തുടർച്ചയായിട്ടാണ്. സാധാരണഗതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകിയാൽ കുറച്ച് സമയം ജലപീരങ്കി പ്രയോഗിച്ച് പിന്നീട് അവസാനിപ്പിക്കും. പക്ഷേ ഇത്തവണ ഇങ്ങനെയായിരുന്നില്ല. 2 മെഷീൻ ഉപയോഗിച്ചു, 2 വട്ടം ജലപീരങ്കി തുടർച്ചയായി ഉപയോഗിച്ചു. ഇപ്പോൾ സൈറൻ മുഴക്കിയെങ്കിലും ജലപീരങ്കിയിൽ നിന്നും വെള്ളം ചീറ്റിയിട്ടില്ല. അതാണ് ഇപ്പോൾ അവർ മുഴക്കുന്നത്. ഒരു പ്രവർത്തകന്റെ കാലിന് മുറിവേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ബാരിക്കേഡിന് മുകളിൽ നിന്ന് മുറിവേറ്റതാകാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രവർത്തകൻ ശക്തിയായി ചീറ്റിയപ്പോൾ നിലത്തേക്ക് വീണ് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ 2 പേർക്കിപ്പോൾ ഈ സംഘർഷത്തിൽ പരിക്കേറ്റു. യുവമോർച്ച പ്രവർത്തകർ മാർച്ച് എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ അവർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. നേരത്തെ ഇപ്പോൾ പരിക്കേറ്റ പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. യുവമോർച്ചയുടെ പ്രവർത്തകൻ കാലിന് മുറിവേറ്റു ഈ സംഘർഷത്തിൽ. മറ്റൊരാൾക്ക് ജലപീരങ്കി പ്രയോഗത്തിലാണ് പരിക്കേറ്റത്. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്നുണ്ട് ക്ലിഫോസ് പരിസരത്ത്. ക്ലിഫോസ് കോമ്പൗണ്ടിന് തൊട്ടു മുമ്പാണ് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ പ്രതിഷേധ മാർച്ച് തടഞ്ഞത്. ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് താഴെ ഇറങ്ങി ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി ഉള്ളൊരു ശ്രമമാണ് തുടരുന്നത്. ദില്ലിയിൽ നടന്ന പ്രതിഷേധത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ക്ലിഫോസ് പരിസരത്ത് നടക്കുന്നത്. ആവേശത്തോടെ അവർ മുദ്രാവാക്യം വിളിക്കുക, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മര്യാദ പാലിക്കണം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരും. ദില്ലിയിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളും യുവമോർച്ച പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. നേരത്തെ BJP 2 ദിവസം മുമ്പ് സമാനമായ പ്രതിഷേധ മാർച്ച് അത് KPCC ആസ്ഥാനത്തേക്ക് നടത്തിയിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് യുവമോർച്ച സംസ്ഥാന നേതൃത്വം ഇത്തരമൊരു പ്രതിഷേധം. മധു, ഇപ്പോഴും BJP പ്രവർത്തകർ തുടരുന്നു എന്ന് മാത്രമല്ല ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് അവർ ഇപ്പോഴും തുടരുന്നത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ബാരിക്കേഡിന് മുകളിൽ പ്രതിഷേധിച്ചു. അവർക്ക് ബാരിക്കേഡിന്റെ താഴേക്കിറങ്ങി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്.